പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹം വന്ദനം അറിയിക്കുന്നു. 2 ആഴ്ചകൾക്ക് ശേഷമാണ് നാം വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടി വരുന്നത്. പിന്നെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം റെക്കോർഡ് ചെയ്യാനായിട്ട് അത് നിങ്ങളുടെ ചിലരെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അത് കേൾക്കണം. സംശയമുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി എൻ്റെ നമ്പർ ഡയറിക്കകത്തുണ്ട്. ആ നമ്പർ വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. എനിക്കറിയാമെങ്കിൽ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ എന്നേക്കാൾ പരിചയമുള്ള ആളുകളോട് ചോദിച്ചിട്ട് സംശയ നിവാരണം നടത്തുകയും ചെയ്യും. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 1-ാമത്തെ അധ്യായം കഴിയുമെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച് നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ 4 ബാലന്മാർ ജീവിച്ചതായ, അവർ ഉൾപ്പെട്ട് നിൽക്കുന്നതായി ചുറ്റുപാടുകളെക്കുറിച്ചാണ്. ഇപ്പം ആ ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലായി കഴിയുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങളുടെയും ദർശനത്തിൻ്റെയും ദൈവാവബോധത്തിൻ്റെയും ഒക്കെ അർത്ഥം പൂർണ്ണ രൂപത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ശിനാർ ദേശത്ത് അവരുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ, മർദോക്കിൻ്റെ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു, ബേൽ ദേവൻ്റെ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. ആ ക്ഷേത്രത്തിൽ ഭണ്ഡാരഗൃഹത്തിൽ രഹസ്യ അറയിൽ പാത്രങ്ങൾ കൊണ്ടുവച്ചു. പിൽക്കാലത്ത് ആ പാത്രങ്ങൾ എണ്ണി എടുപ്പിച്ച് തിരികെ കൊടുത്തതുമൊക്കെ നമുക്ക് വഴിയെ അത് ധ്യാനിക്കാവുന്നതാണ്. രഹസ്യ ഇടത്തേക്ക് അത് കൊണ്ടുവച്ചതാണ്. അവിടുന്ന് അത് ഈ പാലസിൽ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് വരിയിപ്പിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് നമുക്ക് ധ്യാനിച്ച് വരുമ്പോൾ പഠിക്കാവുന്നതാണ്. എന്നാൽ ഈ പ്രശസ്തിയാർജിച്ച് നിന്നതായിരിക്കുന്ന ബാബേൽ നഗരത്തിൻ്റെ ഭാവി കാലം എന്തെന്ന്, ഇപ്പോഴത്തെ നില എന്തെന്നും അത് സന്ദർശിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞറിവേ ഉള്ളൂ. ഞാൻ പോയിട്ടില്ല. ബാഗ്ദാദിൽ നിന്ന് 90 കിലോമീറ്റർ തെക്കു ഭാഗത്തുള്ള ഒരു പട്ടണമായിരുന്നു ബാബേൽ. അതിൻ്റെ ചുറ്റുമതിലിനെ കുറിച്ചൊക്കെ ഹെറോഡോട്ടസ് നൽകിയതായിരിക്കുന്ന ഇൻഫർമേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. ഹാങ്ങിങ് ഗാർഡനൊക്കെ അവിടെ പ്രസിദ്ധമാർജിച്ചതാണ്. അവരുടെ ജലസേചന സംവിധാനങ്ങൾ, അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം, പലതും ആധുനിക ലോകത്തിൽ പോലും വെല്ലുവിളി ഉണർത്തുന്ന വിധത്തിലുള്ളതായിരുന്നു. ഓരോ ഇഷ്ടികയുടെ മേലും രാജാവിൻ്റെ ചിത്രവും ലിഖിതങ്ങളും ഒക്കെ ചേർത്തതായിരുന്നു ആ ഇഷ്ടികകൾ. ഏകദേശം 320 അടി ഉയരമുള്ള മതിൽ, 87 അടി വീതിയുള്ള മതിൽ ഒക്കെ ആ കാലത്ത് പണിതെടുക്കുക എന്ന് പറയുന്നത് യന്ത്രസാമഗ്രികളൊന്നും വികസിക്കാത്ത കാലമാണ്. അടിമകളെ കൊണ്ട് അതൊക്കെ പണി എടുപ്പിച്ചത്. മുകളിൽ കുളം പോലെ ഉണ്ടാക്കി, ചാനൽ പോലെ ഉണ്ടാക്കി, അതിൽ വെള്ളം നിറച്ച് ഈ മതിലിൻ്റെ അകത്ത് മറ്റൊരു മതിൽ നിർമ്മിച്ച് അതിനകത്ത് മുതലകളെ വളർത്തിയിരുന്നു രാജാവിൻ്റെ സുരക്ഷിതത്വത്തിന്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യൂഫ്രട്ടീസ് നദി അതിൻ്റെ നടുവിൽ കൂടെ ഒഴുകി 100 താമ്രവാതിലുകളുണ്ട്. ഇഷ്ടാർ ഗേറ്റ്, അതിന്നും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇഷ്ടാർ ഗേറ്റ്, ഇഷ്ടാർ ദേവതയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഗേറ്റാണ്. അത് പ്രധാന ഗേറ്റാണ്. വർഷത്തിൽ 2 പ്രാവശ്യമോ മറ്റോ തുറക്കത്തുള്ളൂ. ആനകളെ കൊണ്ടാണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നത്, അതുപോലെ സമൃദ്ധിയായ ഉന്നതമായ ആ കാലഘട്ടത്തിലെ വലിയൊരു വെല്ലുവിളിയായിരുന്ന സംസ്കാരത്തിൻ്റെ പൂർണ്ണതയായ, സംസ്കാരത്തിൻ്റെ മകുടോ ഉദാഹരണമായ ബാബിലോൺ എന്തായിത്തീരുമെന്ന് നേരത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവരെ അവിടെ പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യം പറയുന്ന പ്രവാചകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാബേൽ
നഗരത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള അറിയണം. എന്തിനാണെന്നറിയാം നമ്മളിതൊക്കെ പഠിക്കുന്നത്? ഈ വേദപുസ്തകം നമ്മൾ തന്നെ ഈ ദാനിയേൽ പ്രവചനം പഠിക്കുന്നത് എന്തിനാണ്? ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മിക നിലവാരത്തെ വിലയിരുത്താനും വേണ്ടിയാണ്. ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ ഇന്നുകളുടെ ജീവിതത്തെ വിലയിരുത്താൻ വേണ്ടിയാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ കാണാനായിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കാനാണ്. നമ്മുടെ ആത്മീക ജീവിതത്തെ പുനഃപരിശോധിക്കാനും പുനർസമർപ്പണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനം, അല്ലാതെ ഒരു ഇൻഫർമേഷൻ വേണ്ടിയല്ല. ആ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നെങ്കിൽ അത് നമുക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ബാബേൽ നഗരത്തിന് എന്ത് സംഭവിക്കും എന്ന്, ഇതിൻ്റെ പതനം സംഭവിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം, അതിൻ്റെ വിശ്വാസ്യത, അതിൻ്റെ വിശ്വസ്തത, ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ അറിയണം. അതിനു വേണ്ടിയാണ് ആദ്യമായിട്ട് വായിക്കേണ്ടത് യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. 11ഉം 12ഉം ചേർത്ത് വായിച്ചോളൂ. എങ്ങനെ എഴുതിയിരിക്കുന്നത്? 70 സംവത്സരം കഴിയുമ്പോൾ ഞാൻ ഈ പട്ടണത്തെ സന്ദർശിച്ച് അതിനെ ശൂന്യമാക്കുന്നല്ല, ശാശ്വത ശൂന്യം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ. ശൂന്യമെന്നല്ല, ഫോർ എവർ, ശാശ്വത ശൂന്യമായി തീർക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ദൈവജനത്തിൻ്റെ പ്രവചനം. ഇത് 70 സംവത്സരം ബാബേൽ പ്രവാസം കഴിയുന്നതിന് മുമ്പ് ഉള്ള പ്രഡിക്ഷനാണ്. ഇവർ 70 സംവത്സരം അവിടെ പോയി പാർക്കുമെന്നും അത് കഴിയുമ്പോൾ 70 സംവത്സരം കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് നേരത്തെ. ഇത് സംഭവിക്കാൻ ഒത്തിരി വർഷങ്ങൾ ബാക്കിയുണ്ട്. ബാക്കിയുള്ളപ്പോഴാണ് ഇതിങ്ങനെ പറയുന്നത്. ഇനി രണ്ടാമത്തെ റെഫറൻസ് യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ ബാബേൽ സിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള പ്രഡിക്ഷനാണ്. ബാബേൽ സിറ്റി ആയിട്ട് പടുത്തുയർത്തുന്നതിന് മുൻപ്, ലോകത്തിലെ അത്ഭുതങ്ങളായിരിക്കുന്ന ഒന്നായി തീരുന്നതിന് മുൻപ്, അതുണ്ടാകുമ്പോൾ മുമ്പ് തന്നെ അതിൻ്റെ അവസാനം അറിഞ്ഞു. ഇത് ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഹീസ് അൽഫ ആൻഡ് ഒമേഗ, ആദിയും അന്തവും. ആരംഭത്തിങ്കൽ തന്നെ അവസാനം അറിയുന്നവനാണ് ദൈവം. ആ ദൈവമാണ് അരുളി ചെയ്തത്, ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നു, ഇതിങ്ങനെ സംഭവിക്കും. ഇനി യെരമ്യാ പ്രവചനം 51-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കണം. 37-ാമത്തെ വാക്യം, 63, 64 വാക്യങ്ങളൂടെ അതിൻ്റെ അതേ സെയിം ചാപ്റ്ററിൻ്റെ 63, 64 വാക്യങ്ങൾ നോക്കിയേ. എന്ത് ദൃഢമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബാബേൽ സിറ്റിയെ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്ന പോകുന്നെന്നുള്ളത് സിംബോളിക്കായി കാണിച്ചു തന്നിരിക്കുകയാണ്. അത് എറിഞ്ഞു കളയണം, ഫ്രാത്ത് നദിയിൽ താന്നു പോകുന്നത് പോലെയാണ്ട് തീരും. യൂഫ്രട്ടീസ് നദി ഗതി തിരിച്ചു വിട്ട് ഇതിനെ മുക്കിക്കളഞ്ഞു, ഇതിനെ നശിപ്പിച്ചു കളഞ്ഞു. സൈറസ് വന്നു കഴിഞ്ഞപ്പോൾ, കോരേസിൻ്റെ നാളിൽ. അപ്പം നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്, അപ്പോൾ റെപ്പറ്റീഷൻ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഇന്നും ഈ ചാപ്റ്റർ തീരത്തില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഔന്നത്യം പുലർത്തിയ സംസ്കാരത്തിൻ്റെ ഉടമ, വിശ്വോത്തര സംസ്കാരത്തിൻ്റെ ഉടമ, വെല്ലുവിളി ഉണർത്തിയ സംസ്കാരത്തിൻ്റെ ഉടമ, എല്ലാം എനിക്കുണ്ടെന്ന് വീമ്പിളക്കിയവൻ, ഇതെൻ്റെ പ്രതാപ മഹത്വത്തിനായി ഞാൻ പണിത മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് നോക്കി ഉലാവിക്കൊണ്ട് ഗർവിഷ്ഠനായിരിക്കുന്ന നെബൂഖദ്നേസർ പ്രഖ്യാപിച്ചതായിരിക്കുന്ന സുന്ദരമായ, നയനസുന്ദരമായ നഗരം. അത് സന്ധ്യയ്ക്ക് കണ്ടാൽ സ്വർണ്ണ സിറ്റി എന്നാണ് ഹെറോഡോട്ടസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഗോൾഡൻ സിറ്റി. കാരണം ഇതിൻ്റെ യൂഫ്രട്ടീസിനെ ക്രോസ് ചെയ്ത ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ കൈവരികളൊക്കെ താമ്രം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് എന്നും മിനുക്കുപണി നടത്തും. സന്ധ്യക്കത്തെ ആ വിളക്ക് ഇതേ തട്ടി അതിൻ്റെ പ്രതിച്ഛായ ഈ യൂഫ്രട്ടീസിലോട്ട് പതിക്കുമ്പോൾ എന്തോ കാഴ്ച. ഇത് കാണാൻ തന്നെ 10,000 വരുമായിരുന്നു. അത്ര സുന്ദരമായ, ഉന്നതമായ,
സംസ്കാരത്തിൻ്റെ ഉടമ, സംസ്കാരത്തിൻ്റെ നഗരം എന്തി എവിടെ പോയി? എങ്ങനെയാകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി. ഇനിയും പുതിയ നിയമത്തിലുണ്ടോ അതിനെക്കുറിച്ച്? ഇപ്പോൾ പഴയ നിയമം മാത്രമേ പറയുന്നുള്ളൂ. 18-ാം അധ്യായത്തിൻ്റെ 21 8 മുതൽ വായിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ 21 വാക്യം മുതൽ വായിച്ചാൽ മതി. വലുതായൊരു കല്ലെടുത്ത് എറിഞ്ഞു പറഞ്ഞത്. ഇനിയും വൈണികന്മാർ ഇത്രയും മതി. ഇതേ നോക്കിയേ, യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും പ്രവചിച്ച പ്രവചനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ ആ കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. യിരെമ്യാവിനും യെശയ്യാവിനും ബാബേൽ നഗരത്തിൻ്റെ പതനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്ത അതേ ആത്മാവ് പുതിയ നിയമത്തിലെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാന് വെളിപ്പാട് പുസ്തകത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈ അവസ്ഥയിൽ ഇവൾ പോകുമെന്ന്, അല്ലെങ്കിൽ ബാബേൽ നഗരം പോകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് എന്തിനു വേണ്ടിയാണിത്? എന്തിനാ ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ അറിയാൻ ചില ധാർമ്മിക ദൂതുണ്ട് അതിനകത്ത്. ഈ വേദപുസ്തകത്തിൻ്റെ എല്ലാ സന്ദേശങ്ങൾക്കും 2 ആസ്പെക്റ്റിലാണ് അതിൻ്റെ മെസ്സേജ്. ഒന്ന് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഉണ്ട്, മറ്റൊന്ന് അൾട്ടിമേറ്റ്. പ്രത്യേകിച്ച് പ്രൊഫസിക്ക് അൾട്ടിമേറ്റും ഉണ്ട്, ഇമ്മീഡിയറ്റും ഉണ്ട്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. യേശുവിൻ്റെ കന്യകാ ജനനത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ഡിസംബറിലേ വായിക്കത്തുള്ളൂ. അത് ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്? യെശയ്യാവിൽ നിന്നാണ് വായിക്കുന്നത്. കന്യകയുടെ കാര്യത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? പക്ഷേ അത് ആരോടുള്ള അറിയിപ്പാണെന്നറിയാമോ? പിന്നെ ഞങ്ങൾ 100 കൊല്ലം കഴിഞ്ഞ പുള്ളികളാണ്. ഇത് ആരോടുള്ള അറിയിപ്പാണെന്ന് പോലും അറിയത്തില്ല. ആഹാസിനോടുള്ള അറിയിപ്പാണ്. അത് ആഹാസിനോടുള്ള അറിയിപ്പാണ്. എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട്, 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം ജീവിക്കുന്ന മർത്തമ്മക്കാരൻ പറയുകയാണ് അതങ്ങനെ ആയിരുന്നെന്ന്. ഇതെന്തുകൊണ്ടാണ്? അതങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെ കന്യക, യേശു ക്രിസ്തുവിൽ കൂടെ കന്യക ജനിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ ആഹാസിനോടുള്ള അറിയിപ്പാണ്. അത് കോണ്ടെക്സ്റ്റുവലാണ്, അത് ഇമ്മീഡിയറ്റ് ആണ്. ആ ഇമ്മീഡിയറ്റ് റെവലേഷൻ ഉണ്ട്, അൾട്ടിമേറ്റ് ആയിട്ട് റെവലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ യഹൂദേശത്തിലും ബേത്ലഹേമിനെ കുറിച്ച് പറയുന്നത്. ഇതെല്ലാം വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. നമുക്ക് ഇനി വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് സൂക്ഷിച്ചേ വ്യാഖ്യാനിക്കാവും. എല്ലാവരെയും കൊണ്ടും ഈ പുസ്തകം എടുത്ത് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വാളാണ്, ഇരുവായ്ത്തലുള്ള വാളാണ്. അങ്ങോട്ട് വെട്ടുന്നവർ ഇങ്ങോട്ടും വെട്ടും. സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ. എല്ലാവരും ചാടിക്കയറി നിന്ന് പ്രസംഗിക്കരുത്. ഇവിടെ അങ്ങ് പ്രസംഗരെ ഉണ്ടാക്കുക. ഇപ്പോഴും അന്ത്യകാലത്തെ ലക്ഷണങ്ങളിൽ ഒന്നായത് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും. ഇടവകയിലുള്ള എല്ലാവരും പ്രസംഗകർ. സൂക്ഷിച്ചോണേ. ഇപ്പോൾ ഞാനൊരു പ്രസംഗകനായതുകൊണ്ട് ഞാനിത് പറഞ്ഞാൽ എന്നോട് വിരോധിക്കും. ഞാൻ പ്രസംഗിക്കുന്നതിനുള്ള അസൂയ എന്ന് പറയും. അല്ല, എന്നെപ്പോലെ നിങ്ങളെല്ലാവരും ആയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വ്യവസ്ഥയില്ല. എല്ലാവർക്കും എടുത്ത് പറയാൻ വ്യവസ്ഥയില്ല. അതിന് വിളിക്കപ്പെട്ടവരേ പറയാവൂ, അല്ലെങ്കിൽ ശാപമാണ്. അതായത് ഒറ്റ വാക്ക് കോട്ടി മാട്ടിയാൽ മതി, ഉൾട്ടാ മീനിങ്ങാണ്, ഓപ്പോസിറ്റ് മീനിങ്ങാണ് വരുന്നത്. ഇതിൻ്റെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശമുണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്. ഞാനത് കോണ്ടെക്സ്റ്റിലായിട്ട് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ, അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആക്യുറസി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവചനത്തിൻ്റെ ആക്യുറസി, കൃത്യത, അതിൻ്റെ വിശ്വസ്തത, അതിൻ്റെ നിർമ്മലത, ഇത് നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടണം.
ബാബേൽ രാജാവിനെ പോലെ ഉയർന്നവർ നമ്മുടെ കൂട്ടിൽ എത്ര പേരുണ്ട്? നമ്മുടെ വിചാരം നമ്മളൊക്കെ ആരാണ്ടാണെന്നാണ്. ഞാൻ നിങ്ങളെന്നല്ല നമ്മളെന്നാണ് പറയുന്നത്. ഏതാണ്ടൊക്കെ ആണെന്നാണ് നമ്മുടെ ഭാവം. എന്തുകൊണ്ടെന്നാണ് ഇതിൻ്റെ സാറേ 1000-1 നമ്മളാരേലും ഈ ബാബേൽ രാജാവിൻ്റെ നെബൂഖദ്നേസറിൻ്റെ എന്തുകൊണ്ടെന്നാ? 92 ഞാൻ ദുബായി പോയി. അവരെന്നെ വിളിച്ചതാണ് കൺവെൻഷൻ പ്രസംഗിക്കാൻ. അന്ന് അമ്മാമയൊക്കെ അവിടെ ഉണ്ട്, ചോദിച്ചാനും ഒക്കെയാണ്. ഇവരുടെ കൂട്ടായ്മയിൽ ഞാൻ പ്രസംഗിച്ച. അപ്പോൾ ഒന്നും നല്ല അനുഗ്രഹപ്പെട്ട കൂട്ടായ്മയായിരുന്നു, കൺവെൻഷനായിരുന്നു. അപ്പോൾ അവർ ജോണിയും എല്ലാം കൂടെ എന്നെ വൈകിട്ട് ഇവിടെ എല്ലാം ഒന്ന് കാണിക്കാൻ കൊണ്ട്, സിറ്റി എല്ലാം ഒന്ന് കാണിക്കാൻ കൊണ്ട്. അപ്പോൾ ഓടിച്ച് പുറകെ കൂടി ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം പോവുക. ഞാൻ നേരണത്തെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന മനുഷ്യനാണ്. ഞാനങ്ങനെ അങ്ങ് ദൂരോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. എൻ്റെ ഭാഷ കേട്ടാൽ തന്നെ അറിയാം ഒരു ഗ്രാമീണനാണ് ഞാൻ. നീ ഗ്രാമീണ ഭാഷയെ അറിയത്തുള്ളൂ. അപ്പോൾ വല്ലതും കുഴപ്പം വന്നാൽ ക്ഷമിക്കണം, ഞാൻ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നവനാണ് അങ്ങനെ പറയുന്നതാണ്. ഇങ്ങോട്ട് ഓടിച്ചോണ്ട് പോകുന്നു പറഞ്ഞേ. എന്നോട് പറഞ്ഞു, ജോണി ജോൺ പറഞ്ഞു, സോമനുമുണ്ട് ജോണി ജോൺ രണ്ടുപേരും കൂടെ കൊണ്ടുവന്നു. ഇങ്ങനെ പോകുമ്പം പറഞ്ഞു, ഇത് കണ്ട് രാജാവിൻ്റെ പാലസിൻ്റെ ചുറ്റുമതിലാണെന്ന്. എൻ്റെ ദൈവമേ, എന്തോ ഭയങ്കരമാണെന്നറിയാം, എന്തോ രസം കാണാനായിട്ട്. അപ്പം ഞാൻ തിരുന്നുകൊണ്ട് പാടി, രത്നങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ 12 നിൻ വാതിലുകളും. ഈ ദുബായിലെ ഷെയ്ഖിൻ്റെ അത് അന്നേരം അവർ പറയുന്നില്ല, ഇത് ഒരു പാലസിൻ്റെ ആണിത്, വേറെ പാലസുകളുണ്ട്. മസ്കറ്റിലെ സുൽത്താൻ്റെ ആ പാലസിൻ്റെ മുന്നിൽ ഗേറ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുത്തു. അച്ഛനോട് വന്നിട്ടുണ്ടായിരുന്നു, ഐ ജോർജനാ. ഫോട്ടോ എടുത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് മോളിയെ കാണിച്ചപ്പോൾ ഇതെന്തോ, ഇത് സ്വർണ്ണമോ? ആ സ്വർണ്ണം കൊണ്ടുണ്ടാക്കി ഗേറ്റ്, എന്തൊരു ഭയങ്കര. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരികയാണ്. ഈ ബാബേൽ കണ്ടിട്ടില്ലല്ലോ, ബാബിലോണിൻ്റെ കൊട്ടാരം കണ്ടിട്ടില്ലല്ലോ, എന്തോ ആയിരിക്കും ഇത്? ഇത്രയും മഹത്വമുള്ള നീ ഇങ്ങനെ നശിച്ചു പോയെങ്കിൽ, തകർന്നു പോയെങ്കിൽ അഹങ്കരിക്കരുത്. ലഭ്യമായ ഒന്നിനെക്കുറിച്ച് നീ അഹങ്കരിക്കരുത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാ. നീ എത്ര വലിയവനാന്നേലും തകരാൻ സാധ്യതയുണ്ട്. തകരുമെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. തകരാൻ സാധ്യതയുണ്ട്. അഹങ്കരിക്കരുത് ഒന്നുകൊണ്ടും. ഒരുത്തൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിനെ പാടുകയെന്ന്. അവനെ അടിച്ച് തകർത്ത് പുറത്ത് കളഞ്ഞു. അവനെ മനുഷ്യരുടെ മാറ്റി മൃഗങ്ങളുടെ കൊണ്ടുപോയി. ആരെയാ? നെബൂഖദ്നേസറിനെ. നമ്മളത് പഠിക്കും, 4-ാം അധ്യായം പഠിക്കുന്നുണ്ടേ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. ബാബിലോണിയ നഗരത്തിന് ഈ ഇത്രയും ശ്രേഷ്ഠമായതിന് പതനമുണ്ടായെങ്കിൽ എൻ്റെ കൊച്ചു ജീവിതത്തിൻ്റെ ഭാവിയെ ഒന്ന് നോക്കണം. ദൈവം തന്നതല്ലാതെ ഈ ആയുസ്സിൽ ഒന്നുമില്ലായ്കയാൽ ലഭിച്ചതിലൊന്നിലും അഹങ്കരിക്കാൻ, നിഗളിക്കാൻ, ദൈവത്തെ മറന്ന് ജീവിക്കാൻ, മറ്റുള്ളവരെ വെല്ലുവിളിച്ച് ജീവിക്കാൻ, സ്വാർത്ഥമോഹികളായി ജീവിക്കാൻ, സ്വാർത്ഥ തൽപരരായി ജീവിക്കാൻ, സുഖാനുഭോഗികളായി ജീവിപ്പാൻ, ജഡീക ഉല്ലാസങ്ങൾ മാത്രം താല്പര്യം കാണി ജീവിക്കാൻ ഒരു ദൈവവൈദ്യൻ നിലയ്ക്ക് എനിക്ക് അവകാശമില്ല എന്ന് ദൈവവൈദ്യനെ പഠിപ്പിക്കുന്നതിനും കൂടിയാണ് ഇത് എന്നുള്ള കാര്യം ദൈവമക്കൾ ഓർത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇന്ന് അവിടെ പോയിട്ട് വന്ന ആളുകൾ, അതായത് ഈ സ്ഥലം സന്ദർശിച്ചിട്ട് വന്ന ആളുകൾ നേരിട്ട് നൽകിയ ഇൻഫർമേഷനും കൂടെ ചേർത്ത് ഞാൻ പറയുന്നത്. ടൂറിസ്റ്റ് ഇന്ന് അവിടെ പോകുന്നുണ്ട്. അവിടെ ഒരു ആൾപ്പാർപ്പില്ല. അവിടെ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി പല ഏജൻസികൾ പോയി നോക്കിയതാണ്, നടന്നില്ല. മുഴുവൻ അടച്ചതായിരിക്കുന്ന ട്രക്കിനകത്തൂടെ സഞ്ചാരികൾ പോകും. 4 മണിക്ക് മുമ്പ് മടങ്ങി വരണം. എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്തോണം, അല്ലെങ്കിൽ മൂങ്ങ പറന്ന് കയറും, കാട്ടുമൃഗങ്ങൾ കയറും. അതിൻ്റെ വാസമാണ്. എങ്ങനിരുന്ന പട്ടണമാണ്. എങ്ങനിരുന്ന പട്ടണം എങ്ങനെയായി നമ്മുടെ മുൻപിൽ പാഠമായി കിടക്കുന്നു. ഞാനിത് വിനയത്തോടാണ് പറയുന്നത്. ഞാനിത് വളരെ വിനയത്തോടും ഭയത്തോടും കൂടിയാണ് പറയുന്നത്. മറക്കല്ല് കേട്ടോ. ദൈവത്തിൻ്റെ വചനം എന്തു പറഞ്ഞിട്ടുണ്ടോ അത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതിനി സംഭവിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ ബഹളം കണ്ടു. എന്തോ ആയിരുന്നു, ഓണത്തപ്പനെ വരവേക്കുവോ
വലിയ ബഹളമൊക്കെ കേട്ടു, വലിയ ആഘോഷം നടന്നു. ഇവിടെ ഇതൊരാഘോഷമാണ്. ഈ ആഘോഷത്തെക്കാൾ മെച്ചമായ ആഘോഷമാണ് നിങ്ങൾ സാങ്കല്പിക കഥാപാത്രത്തിന് നൽകുന്നതെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇതിന് പ്രവേശനമില്ലിവിടെ. അത് ആ 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയും, ശൂന്യമാക്കുന്ന മ്ലേച്ഛത. വിശുദ്ധ സ്ഥലത്ത് യേശു പറഞ്ഞു വ്യക്തമായി, തൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിനു മുമ്പ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പട്ടിക നിരത്തിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ. ഇത് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വന്നു. എതിർ ക്രിസ്തുവിന്റെ വാഴ്ച ഭൂമിയിൽ ആരംഭിക്കാൻ സമയമായി. ക്രിസ്തു സഭയിൽ നിന്ന് ക്രിസ്തുവിനെ തുടച്ചു മാറ്റാനുള്ള സാത്താന്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വഴുതി വീഴരുത്. 100 കൊല്ലം തികയുന്ന എൻ്റെ ഇടവക വേദനയോടെ പറയുന്നതാണ്. ജാതി ആചാരങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുത്തപ്പൻ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. മൂത്തപ്പനെ എടുത്ത് കിണറ്റിക്കളഞ്ഞവന്റെ ചരിത്രമുള്ള നവീകരണ സന്തതിക്ക് ഇതിന് അവകാശമില്ല. പണ്ട് വടംവലി വരെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആ വീട്ടിലെ കൊച്ചു വീണതാ വടം വലിച്ച്. പിന്നെ എന്താ കസേര കളി, വടം വലി, എന്തൊക്കെയാ. കൈയടിച്ച് പാട്ട് പാടാൻ ഒരുത്തനും പറ്റുകയില്ല. അവന് വടം വലിക്കാൻ അവിടെ കൈ പറ്റും. ഇത് പറയുന്ന കുഴപ്പം. എന്നെ പിന്നെ അങ്ങനെ നിങ്ങളെന്നെ ഇഷ്ടപ്പെടുകയൊന്നും വേണ്ട. അടുത്ത ആഴ്ച മുതൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോഴേ നിർത്തിയേക്കാൻ. ഞാൻ ഈ ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, അതായത് എതിർ ക്രിസ്തു ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുക. അതറിയോ? ഏറ്റെടുക്കാൻ പോവുക. തൃത്വം, സാത്താന്യ തൃത്വത്തിന് അവസരമൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം, ആധുനിക ലോകം. AI ഒക്കെ അതിൻ്റെ ഇതാണ്. ഇറാഖിൽ ഇരുന്നുകൊണ്ട് അവൻ ഈ ഇപ്പോഴത്തെ ഡെവലപ്ഡ് ടെക്നോളജി കൊണ്ട്, AI ടെക്നോളജി കൊണ്ട് അവന് ലോകത്തെ ഭരിക്കാൻ വേണ്ടിയാണ്. ഇക്കണോമിക്കൽ സൊസൈറ്റി മുഴുവൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡിനകത്ത് കൊണ്ടുവന്നിരിക്കുക. ഇവിടെ അവൻ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറയുന്നേ. അതുപോലെ വികസിച്ചു ലോകം. സാത്താന്യ തൃത്വത്തിൻ്റെ ഭരണം ഈ ഭൂമി വരാൻ പോകുക. അതിനു മുമ്പ് സഭ മാറ്റപ്പെടും. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ റാപ്ചർ മൂലം മാറ്റപ്പെടും. ഇത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അന്ന് സഭ ഭൂമിയിലുണ്ടാവില്ല. ഇവിടെ ആളുകൾ കാണും. സഭ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ആത്മമുദ്ര സ്വീകരിച്ച ദൈവം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, പരിശുദ്ധാത്മ നിറവ് ലഭിച്ച ദൈവം, ഇത് ആത്മമുദ്ര സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾ ഈ ഭൂമിയിലുണ്ടാവില്ല. അവരെയും കൊണ്ടേ പോകത്തുള്ളൂ. കർത്താവ് മധ്യാകാശത്തിലും. അതാ നമ്മുടെ ഈ പാട്ടിലൊക്കെ പറയുന്നത്. അതാ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടിലും ഉണ്ടായിരുന്നത്, യേശു വരാറായെന്നും പറഞ്ഞ്, ഇല്ലയോ? ആ പാട്ട് ആര് കേൾക്കുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. നമ്മളിനിയും ടെക്സ്റ്റിലേക്ക് വരികയാണ്. ഞാൻ സഭയെ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, സഭയെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ സഭ കറതീർന്ന സഭയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇല്ലെങ്കിൽ പണ്ടേ പോയാൽ ചെയ്തിട്ടേച്ച് ഈ വിളിയൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ നിൽക്കുന്നത്. ചിലരുടെ ചിന്ത കണ്ടാൽ ഓരോടത് ഒരു പോക്കും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന എന്തോ അങ്ങനൊന്നും അല്ല. നല്ല ഓഫർ തന്നെ കിട്ടിയതാണ്. പോകത്തില്ലെന്ന്, ഇവിടെ തന്നെ നിൽക്കും. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടത് ഇവിടെ വെച്ചാൽ. മരിക്കുന്നത് ഇവിടെ തന്നെയായിരിക്കും, അടക്കുന്നത് മരണത്തുമായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വായിച്ചതായിരിക്കുന്ന 1-ാമത്തെ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് വരാം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ 8-ാമത്തെ വാക്യം ആണ് ചിന്തിച്ച് നിർത്തി. ഇന്ന് ബാക്കി മുഴുവനും കൂടെ ചിന്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹം. അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 8-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് മശിഹായുടെ നാമത്തിലുള്ള യാചന ദയവായി കേൾക്കണമേ. ആമേൻ. രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടും
തന്നെത്താൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, കാരണം അതിന് ചെറിയ ചെറിയ ചിന്തകൾ അതിനകത്തുണ്ട്. അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആര് തീരുമാനിച്ചു? എങ്ങനെ തീരുമാനിച്ചു? ഹൃദയത്തിൽ തീരുമാനിച്ചു. അത് രഹസ്യമാണ്, പേഴ്സണലാണ്, പ്രൈവറ്റാണ്, ഇൻഡിവിജ്വലാണ് ഈ തീരുമാനം. രാജാവിൻ്റെ ഓഫറ് വേണ്ടെന്ന് വെക്കാൻ ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു. ഈ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ഗതി നിയന്ത്രിക്കുന്നത്, ഭാവി നിയന്ത്രിക്കുന്നത്. ഒരു പറച്ചിൽ ഇങ്ങനെയുണ്ട്: ദ ഡിസിഷൻ ഡിറ്റർമിൻസ് ദ ഡെസ്റ്റിനി. ഡിസിഷൻ ഡിറ്റർമിൻസ് ദ ഡെസ്റ്റിനി. നമ്മുടെ ഭാവിയുടെ ഗതി നിയന്ത്രിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദാനിയേൽ തന്നെത്താൻ ഹൃദയത്തിൽ തീരുമാനിച്ചു. അപ്പോൾ ഇതാരും അറിയുന്നില്ല. ശദ്രക്, മേശക്, അബേദ്നെഗോ അറിയുന്നില്ല. ആരുടെ ഡിസിഷൻ? ദാനിയേൽ തന്നെ എടുത്ത ഡിസിഷൻ. അപ്പം ദാനിയേൽ ഹൃദയത്തിലെടുത്ത ഒരു തീരുമാനം, മറ്റാരും അറിയാതെ എടുത്ത തീരുമാനം, നിന്നോട് കൂടെയുള്ള മറ്റ് സഹോദരങ്ങൾ അറിയുന്നതിന് മുൻപേ നീ എടുത്ത തീരുമാനത്തെ സ്വർഗം അറിഞ്ഞു. ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ സ്വർഗം നിനക്ക് വേണ്ടി ഭൂമിയിലെ കാര്യം ഏറ്റെടുത്തോളൂ. ദൈവത്തിന് സ്തോത്രം. അതിന് അവൻ മാത്രം ശക്തനാണ്. ആരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞതാ, ഉള്ളത്തിൽ പറഞ്ഞതാ, ആരും കേട്ടില്ല. ഈ ഡിസിഷന് നമ്മൾ തന്നെ ഉത്തരവാദികളാണ്. അതിന് ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി എനിക്കാണ്. എൻ്റെ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം. ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഹൃദയത്തിൽ എടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അതറിഞ്ഞു. സ്വർഗത്തിലെ ദൈവം അതറിഞ്ഞു. ദൈവത്തിലെ നീ ഭൂമിയിൽ നിന്ന് ദൈവത്തോടൊത്ത് എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ അത് മണത്തറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഈ ഭക്തൻ്റെ മനസ്സും ഈ ദൈവത്തിൻ്റെ മനസ്സും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഒരു നല്ല ബന്ധമാണ് ഇത്. കഴിഞ്ഞ ദിവസം നമ്മുടെ അച്ഛൻ പറഞ്ഞു 3 മണിക്കൊക്കെ എഴുന്നേക്കണം. എത്ര പേര് എഴുന്നേറ്റു? ഞാൻ ഇന്നും എഴുന്നേറ്റു 3 മണിക്ക്. എൻ്റെ ഒരു റെഗുലർ ടൈമാണ് 3:30 എൻ്റെ സമയം. ഒരു 7 മണി വരെയൊക്കെ അങ്ങനെ എന്ത് രസമെന്നറിയാം ധ്യാനിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഇവിടെ ആ പടം 3-4 കിളികൾ ചലിക്കും ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത്. നല്ല രസമാണ്. അതിന് എന്നെ വിളിച്ചുകൊണ്ട് പാട്ടുമൊക്കെ പാടും. എനിക്കത് കേൾക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സും ഭക്തൻ്റെ മനസ്സും തമ്മിൽ ഒരു ബന്ധം, അത് നോ വൺ ക്യാൻ എക്സ്പ്ലെയിൻ. I myself cannot explain it, how is it, but I can experience it. I cannot explain it, but I can experience it. ഈ സ്പിരിച്വാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല, അത് എക്സ്പീരിയൻസ് ആണ്, അത് അനുഭവമാണ്. ആധ്യാത്മികത അനുഭവമാണ്. അത് നിർവചിക്കാവുന്നതല്ല, നിർവചിക്കാവുന്നതിൽ അതീതമാണ്, ഭാഷകൾക്ക് അതീതമാണ്. സ്പിരിച്വാലിറ്റി ലാംഗ്വേജിനപ്പുറത്താണ്. ഭാഷ മൗനമായിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ആത്മീയതയിൽ. ഇത് പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഈ ദാനിയേലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ മെൽസറിൻ്റെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ വ്യക്തമാകും. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ ക്ഷീണിച്ചിരുന്നത് എൻ്റെ രാജാവ് കണ്ടാൽ എൻ്റെ തല കാണത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? നിന്നോട് ഞാൻ ഫേവർ കാണിച്ചാൽ രാജാവ് എന്നെ തട്ടിക്കളയും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രസാദം നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ശത്രുക്കളെ പോലും ദൈവം നമുക്ക് മിത്രങ്ങളാകും. അങ്ങനൊരു വാക്യമുണ്ട്. ആര് പറയും? 100 വയസ്സാകുന്നവരോടാ ചോദിക്കുന്നത്.
സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ ഒരു വാക്യം ഉണ്ടോ നോക്കി. ആ അതെ സാറേ. When God placed in my way, my enemy become my friend. അയ്യത് സാറ് അച്ഛനും എത്രയൊന്നും ചെയ്യുന്നതല്ലത്. അങ്ങനെ വിചാരിക്കണ്ട. ഇവരുടെ ഒന്നും ഫേവർ പിടിച്ചു പറ്റാൻ നോക്കൊന്നും വേണ്ട. അതല്ല വിഷയം. ഇവർ ഫേവർ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്യിപ്പിക്കും ഇവരെ കൊണ്ട്. കാര്യം എന്നാണെന്നറിയോ? ആരാ ചെയ്യുന്നത്? ഇവിടെ ഈ ദാനിയേൽ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? ദൈവത്തിന് വേണ്ടി. ഇവരുടെ ഈ പാലസിനകത്തെ വാസത്തിൻ്റെ എയിം എന്നാ, ലക്ഷ്യം എന്നാ? ദൈവത്തെ സേവിക്കാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞ 2-ാം അധ്യായം നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കും. അന്നേരം ഈ രാജാവ് ഇവരെ വരുത്തിയിട്ട്, ദാനിയേലിനെ വരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് ഇതൊക്കെ കഴിയുമോ എന്ന്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ദൈവത്തെ വെളിപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഐ ആം ഹിയർ ബിക്കോസ് ഹി ഈസ് ദെയർ. ഐ ആം ഹിയർ ബിക്കോസ് ഹി ഈസ് ദെയർ. ഐ ഹാവ് ദറ്റ് കൺവിക്ഷൻ. ആ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ എക്സിസ്റ്റൻസിന് എൻ്റെ ബലമല്ല, എൻ്റെ മഹത്വമല്ല, എൻ്റെ പരിജ്ഞാനമല്ല, എൻ്റെ ഇക്കണോമിയല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, പിന്നെ ഹീ എക്സിസ്റ്റ്. അവൻ ജീവിക്കുന്നു, അവൻ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഞാനിവിടെ അവന് വേണ്ടി ആയിരിക്കുന്നു. 3-ാം അധ്യായത്തിലോ ഇത് തന്നെയുണ്ട്. 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസരിനോട് 3 പിള്ളേർ പറഞ്ഞ മറുപടിക്കകത്തുണ്ട്. അല്ലല്ല, അതിനകത്തല്ല. ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നെന്ന് അവർ പറയുന്നുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ഞങ്ങളെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നേ? അടിമയായിട്ടാണ് കൊണ്ടുവന്നേ. അടിമയാണ് ആരുടെ ദൃഷ്ടിയിൽ? നെബൂഖദ്നേസറിന്റെ ദൃഷ്ടിയിൽ. പക്ഷേ ഇവരുടെ ദൃഷ്ടിയിൽ ഇവരാരാ? ദൈവത്തിൻ്റെ സേവക്കാരാണ്. ഇതിനെ ഇച്ചിരൂടെ ലഘൂകരിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് എല്ലാം കൂടെ ചേർത്തിണക്കി ഈ 12 അധ്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മളെല്ലാം ധ്യാനിച്ചു കൊണ്ടുവരാനായിട്ട്. ഇനി മറ്റൊരു സുപ്രധാന കാര്യം, തീരുമാനിച്ചതാരാ? ദാനിയേൽ. പക്ഷേ പിന്നീടുള്ള വാക്കുകളൊന്ന് പരിശോധിച്ച് നോക്കി. ദാനിയേലിൻ്റെ കാര്യം മാത്രമാണോ പരാമർശിക്കുന്നത്? നോക്കിയാൽ എടുത്താട്ട് ഷണ്ഡാധിപൻ ദാനിയേലിനോട് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിലും ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസ്ഥാനത്ത് എൻ്റെ തലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മിശായേലിനും അസറിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മേശത്തിനോട് അടിയങ്ങളെ. ഇല്ലല്ല, അതല്ല വിഷയം. അടിയങ്ങളെ തീരുമാനിച്ചതാരാ? നിങ്ങൾ എന്നോട് ചിന്തിച്ചു പോവാ. തീരുമാനിച്ചതാരാ? ദാനിയേൽ. ഇപ്പൊ പറഞ്ഞെന്തോ? അതെങ്ങനെ സംഭവിച്ചു? ഇതാണ് ആധ്യാത്മികത, ഇതാണ് സ്പിരിച്വാലിറ്റി, ഇതാണ് ശുശ്രൂഷ. കർത്താവിൻ്റെ വേലക്കാരുടെ യൂണിഫോമിറ്റി. ഇതിനകത്തെ വലിയ പുള്ളി ആരാ? ഞാൻ പ്രവാചകൻ, ഞാൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൻ, സ്വപ്നം അറിഞ്ഞവൻ, നീയൊക്കെ എന്നാടാ? ഇത് എവിടൊക്കെ വേല ഉണ്ടായിട്ടുണ്ടോ വേലക്കാരുടെ ഒരുമയും ഐക്യതയും വെളിപ്പെട്ടിട്ടുണ്ട്. ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പം അവരുടെ കോമൺ നേച്ചറിനെ കുറിച്ച് പറയുന്നത് അവർ ഒരുമിച്ച് കൂടി എന്ന പദം ഉപയോഗിച്ചു. ഒരുമിച്ച് കൂടി
ഒന്നാം തരം എക്സ്പീരിയൻസ് ആണ്. അത് സഭ വേഗം വലിയ വളർന്നു. ഇപ്പോഴോ പാലക്ക വിരിഞ്ഞ മാതിരി. ആരാണ് വലുത്, ആരാണ് കേമൻ, ആരാണ് ശ്രേഷ്ഠൻ? ഞാൻ ദാനിയേൽ, സ്വപ്നവ്യാഖ്യാനമുള്ള ഞാൻ പറഞ്ഞ ഒരേ ദൈവകൃപ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷയുടെ ഗ്രഹവിചാരകന്മാരായി മനുഷ്യരെ അതാത് കാലത്ത് അതാതിടങ്ങളിൽ നിയോഗിക്കുന്നു. ഒരു ശുശ്രൂഷയും അതിൽ തന്നെ വലുതുമല്ല ചെറുതുമല്ല. കാരണം ഒറ്റ ദൈവകൃപയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത്രയും ഞാനിപ്പോൾ പറയുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ 4 പേരിലും ശ്രേഷ്ഠനായിരുന്നു ദാനിയേൽ. തീരുമാനിച്ചതാരായിരുന്നു? ദാനിയേൽ. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഭാഷ അങ്ങ് മാറി. അടിയങ്ങളെ ഇതെപ്പം നടന്നു? ഇത് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. ഉണ്ടോ? ഇങ്ങോട്ടോ ഡൗവി വന്നേ, ശദ്രക് ബാ, മേശക് ഇത് ബാ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ വല്ലോം ദൈവത്തിന് വേണ്ടി കൽദയരുടെ നാട്ടിൽ നടക്കണമെങ്കിൽ എന്താ വേണം? എന്തൊന്നിനു വേണ്ടിയാണോ നമ്മൾ നിലനിൽക്കുന്നത് അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്നായിരിക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തികളെ 3-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. വേദപുസ്തകത്തിൻ്റെ പൊതുദർശനത്തിൽ വേണമല്ലോ നമ്മൾ പഠിക്കേണ്ടത്. 3-ാമത്തെ അധ്യായത്തിലെ വിഷയം എന്താ? നോക്കാതെ പറ. പിന്നെ 3-ാം അധ്യായം തപ്പുമില്ലേ? കഥ അറിയാം നമുക്ക്. അതിനകത്ത് ഈ ടെക്സ്റ്റുമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നു, എൻ്റെ കൂടെ ചിന്തിച്ച് വരണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ലതും ഉണ്ടോ? ഇനിയും ഈ ബാക്കി ക്ലാസ് ഇനിയും നമുക്ക് അങ്ങോട്ട് ഏൽപ്പിക്കാം. അവിടെ മനോഹരമായിരിക്കുന്നൊരു പ്രയോഗമുണ്ട്. പത്രോസ് യോഹന്നാനോട് കൂടെ അവന് വിട്ടു. ഈ നേതാവാരാ? പത്രോസാ. കൈക്ക് പിടിച്ചതാരാ? മോശയാ കൈക്ക് പിടിച്ച്. ആരാ കൈക്ക് പിടിച്ചേ? ആ മുടന്തനെ. അതും അറിയത്തില്ല. പോട്ടെ, അറിയത്തില്ല, അറിയണ്ട. ഇവിടെ ആയിരുന്നെങ്കിൽ 2 പേർ. യോഹന്നാനെന്നാ കൈക്ക് പിടിച്ചേ? നമ്മുടെ ഇടയിലായിരുന്നല്ലോ ആദ്യം കൈക്ക് പത്രോസ് പിടിക്കുമ്പോൾ യോഹന്നാൻ മറ്റേ കൈക്ക് പിടിക്കാൻ. അവൻ്റെ ഒരു കാലേ തളർന്നുള്ളൂ, 2 കൈയും കൂടെ തളർന്നേനെ. അവനെ ഉറ്റുനോക്കി. എന്നിട്ട് ഇനി വായിച്ചിട്ടില്ലല്ലോ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്പോൾ പറഞ്ഞു കേട്ടാച്ചാൽ മതി, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞാൽ ശരി. ഇനിയും ഇതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു കോണ്ടെക്സ്റ്റ് പറയാമോ? എന്തിന് നിങ്ങളുടെ അകത്തുള്ളത് പുറത്തു വരണം. അതിന് ഈ എഡ്യൂക്കേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ, എഡ്യൂക്കേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എഡ്യൂക്കെയർ, ടു ലീഡ് ഔട്ട്. ലാറ്റിൻ പദമാണ്. ലാറ്റിൻ പദത്തിന് അതിൻ്റെ അർത്ഥം ടു ലീഡ് ഔട്ട്, പുറത്തോട്ട് വരട്ടെ. നമ്മളെല്ലാം ഉണ്ട്, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയാമേറ്റല്ല ഞാൻ പറയുന്നത്. ടു ലീഡ് ഔട്ട്, അതാണ് എഡ്യൂക്കേഷൻ എന്ന പദത്തിന്. ഡോക്ടർ എന്ന പദത്തിൻ്റെ അർത്ഥവും എഡ്യൂക്കേറ്റർ എന്നാണ്. ഓർക്കുന്നുണ്ടോ? ഇല്ല. പത്രോസ് ഒരിക്കൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന്. എത്ര പേരോടും എഴുന്നേറ്റ് നിന്ന്? ഉണ്ട്. എൻ്റെ അച്ഛ 100 വർഷമൊക്കെ ആയെന്ന് പറയുന്നവരിന്ന് പറയുന്ന മറുപടി കേട്ടോ. ഞാൻ എങ്ങനെ പറയാതിരിക്കുന്നത്? 3000 പേര്. 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നു. 12 പേര് എഴുന്നേറ്റ് നിന്നോ? നിങ്ങൾ എന്നോട് ധ്യാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വേണോ ഇങ്ങനെയാണേലും? പത്രോസ് എത്ര പേരോട് എഴുന്നേറ്റ് നിന്നു? 11 പേരുടെ. 12 പേരോട് പ്രസംഗിച്ചോ? ഇല്ല. പ്രസംഗിച്ചതാര്? എത്ര പേര് കൂടെ ഉണ്ടായിരുന്നു? എന്നാലേ ഗുണം ഉണ്ടാകത്തുള്ളൂ, അപ്പോഴേ മാനസാന്തരപ്പെടുത്തുള്ളൂ, അങ്ങനെ ആത്മനിറ ഉണ്ടാകത്തുള്ളൂ. ഇത് ഒരുത്തൻ എഴുന്നേൽക്കുമ്പോൾ ഇപ്പുറത്തിരുന്നുകൊണ്ട് കുതാ പറയും, അവനെന്നാ പ്രസംഗിക്കാൻ എഴുന്നേറ്റിരിക്കുന്നു, എനിക്കറിയത്തില്ലയോ ആരാ. ഈ പള്ളിയിൽ ഒരു പെങ്കൊച്ച് പ്രസംഗിക്കാനായിട്ട്, അച്ഛൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അച്ഛൻ പ്രസംഗിക്കാനായിട്ട് അവളോട് വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയുണ്ട്. എൻ്റെ കേൾക്കണ്ട,
ആ എൻ്റെ ഭാര്യയും ഉണ്ട്, അവിടെ നിൽപ്പുണ്ട്. ഓ ഇവളാന്നോ പ്രസംഗിക്കുന്നത് എന്നാന്ന് പറഞ്ഞ് തിരിച്ചു പോയവരുണ്ട്. പിന്നെ നോക്കുന്നത് അങ്ങോട്ട് ആവശ്യമില്ലാത്ത നോട്ടമൊന്നും നോക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്തുവാ ഒരു വാക്ക് പറയാൻ അവസരം കിട്ടുന്നെങ്കിൽ തമ്പുരാൻ്റെ കരുണയല്ലാതെ എന്താ സാറേ? ഈ സാർ എന്നെക്കാട്ടി നല്ലപോലെ പ്രസംഗിക്കും, വൊക്കാബുലറി നല്ലപോലെ അറിയാം, ഡിക്ഷണറിയൊക്കെ റെഫർ ചെയ്താൽ സാർ എന്നെക്കാട്ടി നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും. ഒരിക്കൽ ഞാൻ പ്രസംഗം കേട്ടതാണ്. ഈ ഹാസ് ഇനഫ് സ്റ്റഫ്. അത് അവസരം കൊടുത്തേച്ചാൽ മതി. വല്ലപ്പോഴും ഒക്കെ ഈ ഡോക്ടർമാരെ കൊണ്ടൊക്കെ പ്രസംഗിക്കണം. വിദേശിയെ കൊണ്ട് പ്രസംഗിച്ചില്ല, ഡോക്ടർമാരെ കൊണ്ട് പ്രസംഗിക്കണം. കേൾക്കാൻ നല്ല രസമല്ലേ? അത് നല്ല ഭംഗിയായിട്ട് പറയും, നല്ല വൊക്കാബുലറി ഉണ്ട്, നല്ല ചിന്തയുണ്ട്. അത് കേൾക്കണം ആളുകൾ. നമ്മുടെ ഐക്യത, ദൈവമക്കളുടെ ഐക്യത. ഇത് 12 പേര് കൂടെ പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരാൾ പ്രസംഗിക്കാൻ 11 പേര് ദ സെയിം സ്പിരിറ്റാണ്. കർത്താവേ, അവിടെ അവൻ പ്രസംഗിക്കുന്നത് ഞങ്ങളെല്ലാം പ്രസംഗിക്കുന്ന തുല്യമാണ്. ഹെൽപ്പ് ഹിം, ഹെൽപ്പ് ഹിം, ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതം നടക്കും. ഈ പണ്ട് അച്ഛനുമൊക്കെ അറിയാം, കൂട്ടായ്മ നടത്തുമല്ലോ. ഇവിടെ ഞങ്ങൾ 2 മണിക്കൂറൊക്കെയാണ് പണ്ടത്തെ പ്രസംഗം. അപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മണിക്കൂർ ഇപ്പോഴും പ്രസംഗിക്കാനെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ ഒരിടത്ത് 1.25 മണിക്കൂർ പ്രസംഗിച്ചു. തീർന്നു കഴിഞ്ഞാൽ പറഞ്ഞു എന്തിനാ നിർത്തിയതെന്ന്. അങ്ങനെയുള്ളവരുണ്ട് ഇപ്പോഴും. അപ്പം പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കൂട്ടായ്മയിൽ. ആ പ്രസംഗത്തോട് ചേർന്ന പാട്ട് വരും, അവിടുന്ന് നമുക്ക് ആ പാടും. അതോട് ചേർന്ന് അത് 10 മിനിറ്റൊക്കെ എടുക്കും ചിലപ്പോൾ ഒരു പാട്ട് നിർത്താനായിട്ട്. അത് ദൂതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഈ സാറിൻ്റെ അമ്മയൊക്കെ ഉണ്ട്, നമ്മുടെ ജോലി സാറിൻ്റെ അമ്മയൊക്കെ. എന്നോ ദൈവകൃപയുള്ള അമ്മയാണെന്നറിയോ. ഇന്ന് തേജസ് അമ്മച്ചിയോടൊക്കെ സംസാരിച്ച എനിക്ക് വർഷങ്ങളായിട്ടറിയാം. 76 മുതൽ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. 50 കൊല്ലത്തെ പരിചയമുണ്ട് ഈ തിരുവല്ലായിൽ. അവരുടെ വീട്ടിലൊക്കെ പോയി ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ ടീമായിട്ട് പോയിട്ട്. എന്തോ ദൈവകൃപയാ. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞാൽ അതെന്നോട് ക്ഷമിക്കണം. ഞാൻ ഹൃദയത്തിൽ തീരുമാനിച്ചു. പക്ഷേ കാര്യം വന്നപ്പോൾ ഞങ്ങളെ പരിശോധിച്ചു. അപ്പോൾ മേശക്ക് പറയുക, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ഇച്ചിരി ഡയബറ്റിക്കൊക്കെ ഉണ്ട്, എനിക്ക് വേണം. പോയില്ലേ? തീർന്നില്ലേ? Is there any change in your life? Any spiritual change in your life? Any growth in your life? It's a time of introspection. ഒരു ആത്മപരിശോധനയുടെ സമയമാണ്. ഉള്ളത്തിൽ തീരുമാനിച്ചു എന്നിട്ട് പറയാണ്, ഞങ്ങളെ ഒന്ന് പരിശോധിച്ചാട്ടെ, ഞങ്ങളോട് ചെയ്താട്ടെ, ഞങ്ങളോട് പറഞ്ഞാട്ടെ. ഇനിയും ആ വാക്യത്തിൽ തന്നെ എനിക്ക് പഠിക്കാൻ ഇന്നതുണ്ടെന്ന് ആർക്ക് പറയാം? എനിക്ക് പഠിക്കാൻ ഇന്ന വിഷയമുണ്ട്, എനിക്ക് പഠിക്കാൻ ഇന്നതൂടുണ്ട്. എന്നോട് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, കുഞ്ഞമ്മച്ചാനും പറയാം, എനിക്ക് പഠിക്കാൻ ഇന്നതൂടുണ്ട് എന്ന്. ആണ് മാഗ്നറ്റിക് ആക്ഷനാണ്. ഒരു തീരുമാനം എടുത്തുമ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ചെയ്യും. അപ്പം നമ്മൾ എടുക്കുന്ന ഇതിനകത്ത് ഭരണഘടനയും കൊണ്ടുവന്ന് ഈ വഴക്കുണ്ടാക്കുന്നതൊക്കെ ദൈവികമല്ല തീരുമാനമായതുകൊണ്ടാണ്. എൻ്റെ സാറേ അങ്ങനെയൊന്നും അതല്ല. ഇതിനകത്ത് വിഷയം വേറെന്ത്? ഇവനെടുത്ത തീരുമാനം എന്തിനാണെന്നറിയാമോ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം? അല്ലല്ല, ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പറ, അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ അത് പറയാനാ വന്നത്. അത് നിങ്ങൾ പറയണം. അത് കണ്ടില്ല, അതല്ലേ കാതലായ വിഷയം? അതല്ലേ കാതലായത്? കാണത്തില്ലല്ലോ. എന്നോട് വായിച്ചത് എന്തായിരുന്നു അദ്ദേഹത്തിന് തീരുമാനം? അത് മേൽസഭയോട് പറഞ്ഞു തന്നെ. എന്തോ സംഭവിക്കാൻ? അശുദ്ധി വരുത്താൻ ഇടവരുത്തരുത്. ഉള്ളത് തീരുമാനിച്ച തന്നെ അശുദ്ധി വരുത്താൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയാവോ? മരിച്ചാലും കൊള്ളാം, വിശുദ്ധിയോടെ ജീവിക്കാൻ.
എന്താ ആ പദം ഉപയോഗിക്കാൻ കാര്യം? ആ പദം ഉപയോഗിക്കാൻ കാര്യം അവരും ദൈവവും തമ്മിലുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധത്തിൻ്റെ നിദർശനമാണ് ആ വാക്കുകൾ. ഈ ദൈവത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നാണ്? വിശുദ്ധൻ, 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 വിശുദ്ധൻ. ആരൊക്കെ തമ്പുരാനോട് അടുത്ത് ചെല്ലാൻ ആഗ്രഹിക്കുന്നോ അവരിൽ ദൈവം പ്രതീക്ഷിക്കുന്നതും എന്താണ്? ഇത് ദൈവം തന്നെ പറഞ്ഞു. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. അങ്ങനെ വാക്യമുണ്ടോ? ലേവ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. ഇനി എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നതാണ്. അത് കുറി വെച്ചല്ല ഓർമ്മ വരുന്നത്. ഈ ദൈവത്തിൻ്റെ ക്വാളിറ്റിയോട് അനുരൂപപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ്റെ ആഗ്രഹമാണ് എന്നിൽ നിന്ന്, ഹ്യൂമൻലി സ്പീക്കിംഗ്, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിധത്തിലും എൻ്റെ വിശുദ്ധനായ ദൈവത്തോട് ക്ലോസ് അസോസിയേറ്റായി നിൽക്കാനാവാത്ത ഒന്നും വരാൻ ഞാൻ അനുവദിക്കത്തില്ല. തനിക്ക് അശുദ്ധി വരുത്താൻ ഇടവരുത്തരുത്. ഇതുമൂലം ഇത് ഒരു ഭക്തന് പഠിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം. ഞാൻ ആദ്യത്തെ ആമുഖം പറഞ്ഞപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞത് ഓർക്കുന്നു. നമ്മൾ അനുവദിക്കാതെ ഒരു ശക്തിക്കും നമ്മെ അശുദ്ധമാക്കാൻ പറ്റില്ല. നമ്മുടെ കൺസെൻ്റ് ഇല്ലാതെ. ഈ പഴം പറിച്ച് തിന്നോളാൻ ഉപദേശം കൊടുത്തതേ ഉള്ളൂ. പക്ഷെ ചെയ്തത് സാത്താനാണോ ചെയ്തത്? അല്ല. ആരാ ചെയ്തത്? നമ്മൾ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കാൻ ഒരുത്തനും പറ്റത്തില്ല, ഒരു ശക്തിക്കും പറ്റത്തില്ല. അതങ്ങനെ സാഹചര്യത്തെ പഴിപറ്റാൻ പറ്റില്ല. സാഹചര്യത്തെ അതിജീവിക്കുന്ന ദൈവസാദൃശ്യവും ദൈവസ്വരൂപമാണ് നമ്മളുള്ളത്. ബിൽറ്റ് ഇൻ ആണത്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഡിസേണിംഗ് പവർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ ഉടനെ ബോധ്യപ്പെടുത്തി തരും. ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ എന്നോട് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഷണ്ഡാധിപന് ഈ കാര്യത്തിൽ ഫേവറായി ഒരു ഡിസിഷൻ എടുത്തു. അപ്പോൾ ഷണ്ഡാധിപൻ്റെ ഒരു 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 കൺവിക്ഷനുണ്ട്. ഷണ്ഡാധിപൻ്റെ ഒരു തീരുമാനമുണ്ട്. എന്താണ് തീരുമാനം? ഇൻ ബിറ്റ്വീൻ ഈ ദാനിയേലിനെയും കൂട്ടരെയും ആർക്ക് മനസ്സിലായി? ഷണ്ഡാധിപൻ മനസ്സിലായി. ഞാനൊരു മറിച്ചൊരു തീരുമാനം എടുത്താൽ എൻ്റെ തല പോകുന്ന അവൻ എടുക്കും തീരുമാനം? ഇല്ല. അപ്പോൾ നമ്മളൊരു കാര്യമില്ല, നമ്മളറിയാതെ നമ്മുടെ ദൈവകൃപ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വ്യാപരിക്കുന്നുള്ളതിന് യാതൊരു സംശയം. The grace of God which dwells in us, it transmits automatically. What we are, that speaks louder than what we speak. What we are, that matters. Who we are, that matters. Our being itself, that speaks louder than what we say. ശരി, എൻ്റെ തല പോകുന്ന പൊക്കോട്ട് പോകത്തില്ല. അതായത് അങ്ങനെ ആരും സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ മാനസാന്തരം ആർക്കൂടെ ഉണ്ടായി? ഷണ്ഡാധിപനുണ്ടായി. ഇത് തന്നെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നടന്നു. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നടന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നടന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാം? അതിലൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. ഉൽപ്പത്തി പുസ്തകം നടന്ന ഏതാണെന്നറിയാം? ഇങ്ങനെ ഈ ഉഴപ്പ് പണി നടന്ന കാര്യം നടക്കത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജോസഫിൻ്റെ ശരിയാ. ആ കൊച്ചന് ഒരു കുഴപ്പവും ചെയ്യാത്തവനായിട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതുപോലായിരുന്നു. ഇല്ല, നോ,
എൻ്റെ പേഴ്സണൽ ലൈഫ് എൻ്റെ ദൈവത്തിന് വിരോധമായി. ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടത്തില്ല. നോബഡി ഈസ് ദെയർ ടു സൂപ്പർവൈസ് മീ. എന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. ഞാൻ എന്തോ ചെയ്താലും ഒരു വിഷയമേ അല്ല. അവിടെ അങ്ങനെ ആയിരുന്നെങ്കിൽ പൊത്തിഫറിൻ്റെ ഭവനത്തിൻ്റെ മാനേജറായിട്ട് അവസാനിച്ചേനെ. എടാ മനുഷ്യ, നീ അങ്ങനെയുള്ളവനല്ല. അങ്ങനല്ല ദൈവം നിന്നെക്കുറിച്ച് സ്വപ്നം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം വെളിപ്പെടുത്തിയതിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട് നീ ഉയർത്തപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആളത്വമായി നിന്റെ ആളത്വം രൂപപ്പെടണം. ഡിസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഉടനെ അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? 39 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, കാരാഗ്രഹ പ്രമാണിക്ക് ജോസഫിനോട് കരുണ തോന്നി. ജോസഫിന് ഫേവറായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് കരുണ തോന്നി. സ്നേഹിതരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായിട്ട് ഈ ഭൂമിയിൽ വലിയ മാസ് ഈ കർത്താവിനെ അറിയാത്തവരാണ്. കർത്താവിൻ്റെ സ്നേഹം എന്താ, വിശുദ്ധി എന്താ, രക്ഷ എന്താ, ഒന്നും അറിയാത്തവരാണ്. നമ്മൾ രക്ഷിത ഗണമാണ്. വി ആർ കോൾഡ് ടു ബി ഡിഫറെൻറ്റ്. നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധരാണ്. വി ആർ കോൾഡ് ടു ബി ഡിഫറെൻറ്റ്. ഹഗിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധർ എന്നതിന്. ടു ബി ഡിഫറെൻറ്റ്. വ്യത്യസ്തതകളുടെ നടുവിൽ വ്യത്യസ്തരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയാവുമോ? അങ്ങനെയാകാൻ നാം തീരുമാനിച്ചാൽ നമ്മുടെ തീരുമാനത്തോടുകൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ തീരുമാനത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാലം മാറിയാലും ബാബേൽ സംസ്ഥാനം തകർന്ന് തരിപ്പണമായി പോയാലും ദാനിയേലേ, നീ സ്മരിക്കപ്പെടുന്നത് പോലെ നാമും സ്മരിക്കപ്പെടും. സംശയമില്ല. ദൈവത്തോടൊത്ത് നിൽക്കാനായിട്ട് താല്പര്യങ്ങൾ. കർത്താവേ, ഞാനിതാ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരിക. തലകൾ വണക്കാൻ പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവമക്കളെ, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ആർക്കും ഭാരമായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നുവെങ്കിൽ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പരിശോധിക്കാം. നമ്മളൊക്കെ തീരുമാനമെടുക്കേണ്ടവരാണ്. അനേക തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമയം ചെലവഴിപ്പാൻ, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ, അനേകരെ സഹായിപ്പാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ പല പല തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ്. തീരുമാനമെടുക്കേണ്ട സമയത്ത് ഈ ഭൂമിയിൽ ഇത്രയും സാധ്യതകൾ തന്ന ദൈവത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് വൈകിപ്പോയോ? തീരുമാനം എടുക്കുന്നതിന് വിമുഖത കാട്ടിയിട്ടുണ്ടോ? ഇന്നത്തെ പകൽക്കാലത്തും ദൈവദിനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാം. എൻ്റെ ഉള്ളിൽ അശുദ്ധി വരുത്താൻ ഞാൻ ഒരിക്കലും ഇട നൽകില്ല. കർത്താവേ, പ്രലോഭനങ്ങളുടെ ലോകത്തിൽ, പോരാട്ടങ്ങളുടെ ലോകത്തിൽ, പ്രതിസന്ധികളുടെ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. എന്നെ കൈപിടിക്കാൻ, എനിക്ക് ആലോചന തരാൻ, എൻ്റെ കൂടെ ഇരിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇതാ ഞങ്ങളുടെ എല്ലാ പരിമിതികളോടുകൂടെയും അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേ കീടുന്നു. മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ
ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണ്ണമായി കയ്യിൽ തന്നിടുന്നു. സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ ലോകത്തിൽ ജീവിക്കാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ഈ ഭൂമിയിൽ തന്നെ ഞങ്ങളെ ആക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഞങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ മഹത്വത്തെ സ്വജീവിതാനുഭവത്തിൽ ചുറ്റുപാടുകളിൽ അർത്ഥവത്തായി ജീവിതം കൊണ്ട് വ്യാഖ്യാനിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോ പറയേണ്ടതിനോട് നോ പറയാൻ കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണേ കർത്താവേ. ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. ഞങ്ങളെ അങ്ങേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണെന്ന് നീ ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ. ഞങ്ങൾ ദാനിയേലിനെ പോലെ, ഞങ്ങളെക്കാട്ടിൽ ശ്രേഷ്ഠതയുള്ളവരൊന്നുമല്ല ദാനിയേൽ, ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ. ചരിത്രത്തിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചവനെ ഏഴകളെ അവശേഷിക്കുന്ന ശിഷ്ടയായുസ് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കും. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ.